ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? Yes? Yes. Yes. Okay. അപ്പോൾ നമ്മളുടെ ആളുകളൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്ക് സമയത്തിന് ഒരു വില കൽപ്പിക്കാം അല്ലേ? നമ്മൾ 8 PM സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്ലോലി. മേ ബി പീപ്പിൾ വിൽ കം ഇൻ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്നെ പരിചയമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ എം ലൈല നസീം. ഐ എം എ ലൈഫ് കോച്ച് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് മെന്റർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെബിനാർ ഇസ് ഓൺ ദ ടോപ്പിക് എൻവയറമെന്റൽ ടോൾ ഓഫ് AI. AI കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. ഒന്നുമില്ലെങ്കിൽ AI എന്ന് പറഞ്ഞാൽ ChatGPT. അത്രയെങ്കിലും അറിയാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു വീട്ടമ്മ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ജോയിൻ ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. എന്നോട് പറഞ്ഞു, ഇതെന്താ ഇത് എൻവയറമെന്റൽ ടോൾ ഓഫ് AI ബേസ് ചെയ്തിട്ട് എന്താണല്ലേ? ഞാൻ ChatGPT, ജെമിനി അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. അപ്പൊ എനിക്ക് ക്ലാസ്സിന്റെ ആവശ്യമില്ല, ഞാൻ കേറുന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഇറ്റ്സ് റിയലി ആൻ അമേസിങ് അവയർനെസ് സെഷൻ. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ AI യൂസ് ചെയ്യുന്നില്ല എന്നാ. പക്ഷെ നമ്മൾ ഏതൊക്കെ രീതിയിൽ AI യൂസ് ചെയ്യുന്നുണ്ടെന്നും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അത് യൂസ് ചെയ്യണം കേട്ടോ. യൂസ് ചെയ്യണ്ടെന്നല്ല, യൂസ് ചെയ്യണം. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്താലാണ് നമ്മൾക്കും ഈ ഭൂമിക്കും ഉപകാരപ്രദമാകുക എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സെഷനിൽ കിട്ടുന്നുണ്ടാവും. അപ്പൊ മാക്സിമം എല്ലാവരും നല്ല അറ്റൻഷനോട് കൂടി തന്നെ കേൾക്കുക. കാരണം നോ എനിക്കിപ്പോ എല്ലാവരും വീഡിയോയിൽ വരണമെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം അത് നിങ്ങൾ ചിലപ്പോൾ ഏത് ഇല്ലാന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച് രാജീവ് സർ, പറയാതെ തന്നെ വീഡിയോയിൽ വന്നതിൽ സോ ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു സോ മച്ച്. Salute you. താങ്ക് യു Thank സോ you. മച്ച്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഞാൻ നടത്തി വരുന്ന ബിക്കം എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ എന്ന് പറഞ്ഞ കോഴ്സിലെ നമ്മളുടെ ഒരു മെമ്പറാണ് ജിൽഷ മാം. ജിൽഷ മാം ദുബായിലാണ്. ഷീ ഈസ് ഇൻ സപ്ലൈ ചെയിൻ ഇൻഡസ്ട്രി. ഇപ്പോൾ ഷീ റിയലി വാണ്ടഡ് ടു ഇംപ്രൂവ് ഹർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതിനു വേണ്ടിയിട്ട് എൻ്റെ കോഴ്സിലേക്ക് വന്നതായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ന്യൂ ജിൽഷ നീയോ. അപ്പൊ ജിൽഷ എന്നോട്, ലൈല നീയോ, നീ ഈ കോഴ്സ് നടത്തുന്നുണ്ടാ? നമ്മൾ രണ്ടുപേരും ചെറുപ്പത്തിൽ ഒന്നിച്ച് പഠിച്ചവരാ. പക്ഷേ യൂണിവേഴ്സ് നമ്മളെ കൊണ്ടുവന്ന് ചേർക്കേണ്ടി വന്നു. എപ്പോഴാണെന്നറിയോ? വെൻ ജിൽഷ വാണ്ടഡ് ടു ഇംപ്രൂവ് ഹർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഐ വാസ് ദെയർ ഡൂയിങ് ദിസ് കോഴ്സ് ആൻഡ് ഷി കെയിം ടു മീ. നമ്മൾ ഒന്നിച്ച് ഈ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വെബിനാറാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു വെൽക്കം ഹെർ ഓൺ ദിസ് ബ്യൂട്ടിഫുൾ സൂപ്പർ ടോപ്പിക്. കാരണം ഒരുപാട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണിത്. ആൻഡ് ഓവർ ടു യു ജിൽഷ, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം. താങ്ക് യു സോ മച്ച് ലൈല. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. സോ എല്ലാവരും ഉണ്ട്, എന്നെ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഓക്കെ. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓക്കെ, അതായത് നിർമ്മിത ബുദ്ധി. നമുക്ക് അറിയായിരിക്കും, കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും നമ്മളത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എല്ലാ ദിവസവും നമ്മൾ നമ്മൾ അടുത്തിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം ഒരു മാജിക്കൽ ടൂൾ ആണെന്നും അതിനെ പറ്റിയുള്ള ഒരുപാട് അനന്ത സാധ്യതയെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട്, അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നതും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ. എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈല ഓൾറെഡി പറഞ്ഞു. ഞാൻ ജിൽഷ. എന്തായാലും ഒരു ഫോർമാലിറ്റി വേണ്ടി പറയാം, ഞാൻ ഇവിടെ ദുബായിലാണ്. ഞാൻ സപ്ലൈ ചെയിൻ പ്രൊഫഷൻ ജോലി ചെയ്യാണ്. കൂടാതെ തന്നെ ഞാൻ ആസ്പയറിംഗ് ഇന്നോവേഷൻ സ്പീക്കറാണ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് സ്പീക്കറാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ഒരു എൻവയോൺമെന്റ് ടൂളിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ചിന്തിച്ചതിന്റെ കാരണം, ഇത് ഈ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി എൻവയോൺമെന്റൽ ഡേ ആയിരുന്നു, പരിസ്ഥിതി ദിനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും റൈറ്റ് ടൈം എന്ന് വിചാരിക്കുന്നു.
നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിലുള്ള ഇഷ്യൂസ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെ അത് പ്രകൃതിയെ അത് ബാധിക്കുന്നു എന്നുള്ളത് എവിടെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം റീസെന്റ് ആണ് അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടത്. അപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? അതിലോട്ട് നമുക്ക് ആദ്യം വരാം. അതെങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്നത്? നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഈ ചെറിയ സാധനം അല്ലെങ്കിൽ ഒരു ആപ്പ് ഇതെങ്ങനെയാണ് പ്രകൃതിയെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നത് അത് പ്രകൃതി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരും ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല അൺടിൽ ഈ റീസെന്റ് റിപ്പോർട്ട് വരുന്നവരിക്കും. അപ്പൊ AI എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഇടുമ്പോഴത്തേക്കും നമ്മൾ ടൈപ്പ് ചെയ്തിടുന്നു, അല്ലെങ്കിൽ നമ്മൾ വോയിസ് നോട്ടായിട്ട് ഇടുന്നു, നമുക്ക് തിരിച്ചതിന്റെ റിപ്ലൈ കിട്ടുന്നു. അതെങ്ങനെ AI വർക്ക് ചെയ്യാന്ന് വെച്ചാൽ എൻ നമ്പർ ഓഫ് വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, വേർഡ്സ്, നമ്പേഴ്സ്, ഇതിന്റെയൊക്കെ ഒരു ഡേറ്റാ ബേസ് അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോറിതം വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ റിപ്ലൈ കിട്ടുന്നത്. അൽഗോറിതമിക് കാൽക്കുലേഷൻ ബേസിക്കലി. അപ്പോൾ ഈ ഡേറ്റ എന്ന് പറയുന്നത് ഈ വേർഡ്സ്, നമ്പേഴ്സ്, ആൽഫബറ്റ്സ് ഒക്കെ ഈ പറയുന്ന ഡേറ്റ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? ഇത് എവിടെയോ ഉണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലൗഡ് സ്റ്റോറിങ്. പക്ഷെ എന്താണ് ഈ സംഭവം? അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഡേറ്റ സെന്റേഴ്സ്, അതിന് നമ്മൾ ഈ ഡേറ്റ സ്റ്റോറേജ് പ്ലേസിനെയാണ് ഡേറ്റ സെന്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഡേറ്റ സെന്റേഴ്സ്? അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുകയാണ്, ആൾതാമസം ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു മരുഭൂമിയോ അല്ലെങ്കിൽ ആരും താമസിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു ഹെക്ടേഴ്സ് ആൻഡ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിൽ ഒരു ബിൽഡിംഗ് പണിയാ, ഒരു വലിയൊരു കെട്ടിടം പണിയാ. അതിൻ്റെ അകത്ത് thousands and thousands and thousands of computers, അതായത് കമ്പ്യൂട്ടേഴ്സ് ഞാൻ പറയുമ്പോൾ മോണിറ്റർ അല്ല, നമ്മുടെ ഈ ചെറിയ CPU, നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ചെറിയ CPU ഡെസ്ക്ടോപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെ അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒന്നിന്റെ മേലെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് അങ്ങനെ ഒരു thousands and thousands of computers 24/7 365 days, അതായത് 365 ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ബിൽഡിംഗ് ആണ് ഈ ഡേറ്റാ സെന്റർ എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ ഭൂമി കറങ്ങുന്ന പോലെയും സൂര്യൻ ഉദിക്കുന്ന പോലെയും ഒക്കെ അത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു സ്റ്റോപ്പേജ് വരുന്നില്ല. അത് എപ്പോൾ സ്റ്റോപ്പ് ആവുന്നോ അന്ന് നമുക്ക് നമ്മുടെ AI ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഉണ്ടാക്കിയ സമയം മുതൽ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു മൊബൈൽ കുറെ നേരം വർക്ക് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? നമ്മൾ കുറെ നേരം മൊബൈൽ വർക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാണ്, നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ എല്ലാ സിസ്റ്റത്തിനും എന്ത് സംഭവിക്കും? നല്ല അതെ, ചൂടാ, നല്ല ചൂടാ. ചൂടാവും. കറക്റ്റ്, എക്സാക്ട്ലി, അത് ചൂടാവും. അതുപോലെ തന്നെ ഈ ഡേറ്റാ സെന്ററിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയധികം കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചൂട് ജനറേറ്റ് ചെയ്യാണ്. അപ്പൊ ആ ചൂട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എഞ്ചിൻ ചൂട് ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ നമ്മൾ കൂളന്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡേറ്റാ സെന്റേഴ്സിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വെള്ളം. ഇനോർമസ് എമൗണ്ട് ഓഫ് വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം റീസെന്റ് ആയിട്ട് സ്റ്റഡി പറയുന്നത് വെച്ചാൽ ബൈ 2030, അതായത് ജസ്റ്റ് 4 വർഷം കഴിയുമ്പം ദ എമൗണ്ട് ഓഫ് വാട്ടർ ഡേറ്റാ സെന്റേഴ്സ് ആർ യൂസിങ്, അത് 1.3 ബില്യൺ ആൾക്കാരുടെ ഡൊമസ്റ്റിക് യൂസേജിന് ഈക്വൽ ആയിട്ടുള്ള വെള്ളമായിരിക്കും അവർ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളത്. സോ അത് അപ്പം നമ്മളിപ്പോ ഒരു ലാൻഡ്, ആൾതാമസം ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെള്ളം ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവിടെ വരൾച്ച ഉണ്ടാവും, വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവും, വരൾച്ച ഉണ്ടാവും. അപ്പൊ വരൾച്ച ഉണ്ടാകുമ്പോൾ നമ്മളുടെ ലാൻഡിനെ ബാധിക്കും, കൾട്ടിവേഷനെ ബാധിക്കും, ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കും, മഴയെ ബാധിക്കും. മൊത്തത്തിൽ ഗ്ലോബൽ വാർമിങ്ങിന് അത് കൂടുതൽ കാരണമാവും. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് ഈ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം എത്രമാത്രം ഇലക്ട്രിസിറ്റിയാണ് ആവശ്യം വരിക എന്നുള്ളത്. കാരണം ഇതിനൊരു സ്റ്റോപ്പ് ഇല്ലല്ലോ, ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോ രാത്രി 2 മണിക്ക് നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം, അയ്യോ എനിക്കിത് എന്താണെന്ന് നോക്കണം, നമ്മൾ ChatGPT പോയിട്ട് ഇതെന്താ, അപ്പൊ അതിനെ റിസൾട്ട് തരണമെങ്കിൽ ഇത് സാധനം 24/7 ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അന്നേരം ഇത്രയും മാത്രം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി ജനറേഷൻ പ്രോസസ്സ്. അപ്പൊ അന്നേരം അതിന് എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരം കാർബൺ എമിഷൻ നടക്കുകയാണ്. കാർബൺ എമിഷൻ നടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓസോൺ പാളികളിൽ അതിന് വിള്ളൽ വരുന്നു. അത് പിന്നീട് അത് മറ്റൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്, വിള്ളൽ വരുന്നു, പിന്നെ അത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൂടുന്നു, സ്കിൻ ക്യാൻസർ വരുന്നു. അപ്പൊ അത് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ കാർബൺ എമിഷൻ കൂടുന്നുണ്ട് ഈ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട്.
പിന്നെ ഇതൊരു 2-3-4 പോയിന്റ്സ് ഞാനിവിടെ പറയണം, പക്ഷെ ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് അത്ര ചെറിയൊരു ടോപ്പിക് അല്ല. ആ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഫോണിലും മൊബൈലിലും നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റ്സ്, നമ്മൾ അറിയാം മെർക്കുറി, സിങ്ക്, ലെഡ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള മെറ്റൽസ് ആണ്. ഇത് നമ്മളിപ്പം ഉപയോഗിച്ചാൽ നമ്മുടെ ഫോൺ ഉണ്ടാക്കാൻ, മാനുഫാക്ചർ ചെയ്യാൻ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന എലമെന്റ്സ് ആണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഈ സിറിയം, യൂറോഫിയം പറഞ്ഞുള്ള ഒരുപാട് എലമെന്റ്സ് ഈ മെഷീൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് കിട്ടുന്നത് മൈനിങ്ങിലൂടെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടില്ലേ? നമ്മൾ മൈനിങ് ചെയ്യുമ്പം, കുഴിക്കുമ്പം മരങ്ങൾ വെട്ടുന്നു, ഡിഫോറസ്ട്രേഷൻ വരുന്നു, അതിന് ഉപരി അത് കഴിയുമ്പോൾ നമുക്ക് ചൂട് കൂടുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളും. അപ്പൊ അതൊരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഇപ്പം ഇത്രയും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുമ്പം എവിടെയോ ഒരു സ്റ്റോപ്പേജ് ഇല്ലാതെ പോണെങ്കിൽ വേറെ ടയർ മെഷീൻസിന് വരും. അപ്പൊ ഒന്ന് ചീത്തയാവുമ്പോൾ അല്ലെങ്കിൽ ഒന്നിന് പെർഫോമൻസ് ലോ ആകുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പം ആ റീപ്ലേസ് ചെയ്യുന്ന സാധനം ഡിസ്പോസ് ചെയ്യുന്നു. അപ്പൊ ഡിസ്പോസ് ചെയ്യുമ്പോഴും അതിനൊരു വലിയ ത്രെട്ടാണ് നമ്മുടെ എൻവയോൺമെന്റിൽ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ, ഈ ഒരു ഡിവൈസിൽ സിങ്ക്, മെർക്കുറി, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളുടെ നല്ല ഏതൊരു ലിവിങ് ബീയിങ്ങിന്റെയും ശരീരത്തിൽ തട്ടുമ്പം ഇത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അതിനെ നമ്മൾ മണ്ണിൽ കൊണ്ട് ഇടുകയാണെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് മണ്ണിലുള്ള ജീവജാലങ്ങളെ അത് ബാധിക്കും. അതല്ല നമ്മളൊക്കെ മണ്ണിലിടണ്ട, നമ്മൾ വെള്ളത്തിൽ കൊണ്ടിടാന്ന് വെച്ചു. അവിടെ വെള്ളത്തിൽ ഇരിക്കാൻ ഇതിൽ നിന്നുള്ള മെറ്റൽസ് റിലീസ് ആകുമ്പോൾ അതിന് ചുറ്റും കഴിയുന്ന ജീവികൾക്ക് ഈ മെറ്റൽസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് അവരുടെ ലൈഫിനെ ബാധിക്കും. ഇനി ഇത് ബേൺ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് വരുന്ന കെമിക്കൽസ് എയറിലോട്ട് പോയിട്ട് എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പം ഇതിന് യുണൈറ്റഡ് നേഷൻസ് ഓൾറെഡി ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആ രീതിക്കനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട്, എൻവയോൺമെന്റ് പ്രശ്നമായിട്ട് മാറും. ഞാൻ ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരിക്കലും പറയില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മോശം ടൂളാണ്, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ChatGPT, ഗൂഗിൾ ജെമിനായി, ക്ലൗഡ്, നോട്ട്ബുക്ക്, എല്ലാം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ടൂൾസ് ആണ്. ഇനി വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. കാരണം അതൊരു ആൾക്കാർക്കൊരു അവയർനെസ് ആയിരിക്കുമല്ലോ. കാരണം ഒരുപാട് സാധ്യതകൾ AI ടൂളിനുണ്ട്. ഇപ്പൊ റീസെന്റ് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിൽ ഒരു പ്രൊജക്റ്റ് എനിക്ക് ഹാൻഡ് ഓവർ ആയിട്ട് കിട്ടി. അതൊരു ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണ്. അതൊരു ഒരു 1.5 വർഷം ലൈവായി കിടക്കുന്ന പ്രൊജക്റ്റ് ആണ്. എനിക്കത് കിട്ടിയപ്പോഴത്തേക്കും ഞാനത് സ്റ്റഡി ചെയ്ത് അതിന്റെ വർക്ക് എത്രത്തോളം അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്നും എന്താ അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ, ഇതൊക്കെ ഞാൻ ആക്ച്വലി പഠിച്ചു വരികയാണെങ്കിൽ ഒരു 2 ദിവസത്തെ ടൈം എടുക്കും. പക്ഷേ എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞു, സൂപ്പർ, ഡീപ് സ്ലീപ്പ്, യെസ്, റൈറ്റ്, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇതൊരു 2 ദിവസത്തെ വർക്ക് ടൈമാണ് എനിക്ക്. പക്ഷെ എൻ്റെ ഒരു കൊലീഗ് എനിക്ക് പറഞ്ഞു തന്നു, അതായത് നമ്മുടെ കോപൈലറ്റ് ഈസ് വൺ ഓഫ് ദ ടൂൾ. നമ്മുടെ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്താൽ ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന കാര്യം, ഈ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് യു. ആൻഡ് നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്നറിയില്ല, ഒരു 1.5 മിനിറ്റ് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എന്താണ് ആ പ്രൊജക്റ്റ് എന്നും ആരൊക്കെ എന്തൊക്കെ അത് ചെയ്തെന്നും ഇപ്പൊ ആ പ്രൊജക്റ്റിന്റെ അവസ്ഥ, കറന്റ് സ്റ്റാറ്റസ് എന്താണെന്നും അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും ആര് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അതിങ്ങനെ തന്നപ്പോൾ ഞാൻ, ഓ മൈ ഗോഡ്, ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്, വാവ് എന്നുള്ള. അതിലും തമാശയായിട്ടുള്ള കാര്യം എന്ന് പറയോ, തമാശ എല്ലാം മീൻസ് ലൈക്ക് ഇറ്റ്സ് എ മൈൻഡ് ബ്ലോയിങ് തിങ്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ എന്താണോ അവർക്ക് അയക്കേണ്ട ഇമെയില്, ആ ഇമെയിലിന്റെ ഡ്രാഫ്റ്റ് പോലും അത് എനിക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ്സ് സച്ച് എ മാജിക്കൽ ടൂൾ AI is. അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കണം. അത് അതിന്റെ നല്ല രീതിയിൽ നമ്മളത് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കും, നമ്മളിപ്പോ ഒരു മനുഷ്യന് എന്ത് ചെയ്യാനാ ഇതിന് വേണ്ടിയിട്ടാണ്? ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ആം, ഇപ്പം കോർപ്പറേറ്റുകളുടെ കാര്യം ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഏതൊക്കെയാ നമുക്കറിയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ആമസോൺ, ഗൂഗിൾ, ഇവർ ഒക്കെ ടിക്ടോക്ക്, ഇവർക്കൊക്കെ ഈ ഡേറ്റാ സെന്റേഴ്സ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളത്തിന്റെ കാര്യം കൂളന്റിന് നമ്മൾ സംസാരിച്ചു. അത് ഇപ്പം എന്തായിരിക്കും അവർ കൂളന്റിന് ഒരു സൊല്യൂഷൻ ആയിട്ട് കൊണ്ടുവരുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, നമ്മൾ വെള്ളം പഠിക്കുന്ന കാലത്ത് പോലും പഠിച്ചിട്ടുണ്ട് വാട്ടർ റീസൈക്കിൾ ചെയ്യാന്നുള്ളത്. അപ്പം ഇപ്പോഴത്തെ ഡേറ്റാ സെന്റേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ വാട്ടർ റീസൈക്കിൾ ചെയ്തിട്ട് റീയൂസ് ചെയ്യുന്ന രീതിയിലോട്ട് മാറി വരുന്നുണ്ട്. അതൊരു വലിയൊരു സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡാണ് അവരിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ ഇപ്പം ഇലക്ട്രിസിറ്റിയുടെ ആണെങ്കിലും പല ഡേറ്റാ സെന്റേഴ്സും സോളാർ പാനലിലേക്ക് അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാനൊന്ന് വായിച്ചു, ഒരു റിപ്പോർട്ട് വായിച്ചു, ചൈന അവരുടെ ഡേറ്റാ സെന്റേഴ്സ് അണ്ടർ വാട്ടർ അണ്ടർ ദ സീ ഒരു ബിൽഡ് ചെയ്യാണ്. കാരണം ഈ ഒരു കൂളന്റ് ഈ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഒബ്വിയസ്ലി കോർപ്പറേറ്റ്സ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർക്കും സസ്റ്റൈനബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അതിന് ഒരു വലിയൊരു കാരണം ഒരു മോശമായിട്ട് അത് ഇമ്പാക്റ്റ് ആവരുത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ജനറേഷൻ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ജനറേഷനിലേക്ക് ഇത് ബാധിക്കും. കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം ഗ്ലോബൽ വാർമിംഗ് എല്ലാ വർഷവും തോറും ഈ ചൂട് കൂടി വരികയാണ്. നമുക്കറിയാം നമ്മളിപ്പം ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ എത്ര ചൂട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ എന്തോ ഒരു ചൂട് ഉണ്ട് എന്നുള്ളത്. അപ്പം എല്ലാ വർഷവും അത് കൂടി വരികയാണ്. അപ്പൊ നമ്മൾ ആസ് എ സാധാരണ മനുഷ്യർ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഇപ്പം ഈ അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ എ ഐയിൽ ഒരു സെർച്ച് ചെയ്യാണെന്ന് വിചാരിച്ചോ. ആ AI സെർച്ച് എത്രത്തോളം പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അത് ഗൂഗിളിൽ നമ്മളൊരു 10 വട്ടം സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു പൊല്യൂഷനാണ് ഒരു AI സെർച്ചിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിയുന്നതും നമ്മുടെ സെർച്ച് മോർ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഡേറ്റ വേണം, എന്ത് തന്നെ ആയിക്കോട്ടെ, അല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു ന്യൂസിനെ കുറിച്ച് നമുക്ക് അറിയണം. അല്ലെങ്കിൽ എന്തോ ഇപ്പൊ റീസെന്റ് ഞാൻ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് പിറ്റേ ദിവസം ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ഒന്നും ഓടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ചാറ്റ് GPT അടുത്ത്, സജസ്റ്റ് മീ മെനു ഫോർ ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ 8 പീപ്പിൾ എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് AI ടൂൾ ഉപയോഗിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിരിക്കും, നമ്മൾ ലൈഫിൽ ഒരുപാട് പിന്നിലോട്ടായി പോകും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ അൺവാണ്ടഡ് ഈ റിസർച്ചസ് കൊടുക്കരുത്. ഇപ്പം ലേറ്റ്ലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതായത് സിരി, ഗുഡ് മോർണിംഗ് സിരി, നീ ഇന്ന് രാവിലെ എന്താ കഴിച്ചത്, ഞാൻ ഇന്ന് എന്താ കഴിക്കാൻ പോണത്. സിരി ഇപ്പൊ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നമുക്കെന്താ? അങ്ങനൊന്നും നമ്മൾ അതുമാതിരിയുള്ള ഫണ്ണി സെർച്ചസ് കൊടുക്കാതിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് സെർച്ചസ് കൊടുക്കാതിരിക്കുക. പിന്നെ ഇപ്പം ആൾക്കാരുടെ ഭയങ്കര ട്രെൻഡാണ് ഈ സ്വന്തം ഫോട്ടോ AI ഇട്ടിട്ട് AI ടൂൾ ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്ത് ഭംഗിയാക്കി ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കുന്നത്. അത് ഓഫ് കോഴ്സ് ഡേറ്റാ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് പ്രോബ്ലം ആണ്. അതുകൂടെ തന്നെ നമ്മൾ കൂടുതൽ ഫോട്ടോസ് ജനറേറ്റ് ചെയ്ത് AI കൊടുക്കുമ്പം അത് കൂടുതൽ പൊല്യൂഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സത്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഈ നമ്മളെ ഫോൺ ഡിവൈസസ് നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഫോൺ ഡിവൈസസ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഭൂമിക്ക് വേസ്റ്റേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പവർ മോഡിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മളുടെ ഡേറ്റാ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം, അതും കൂടെ ടച്ച് ബേസ് ചെയ്യണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും AI ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളുടെ ആവശ്യമില്ലാത്ത ഫോട്ടോസും ഡേറ്റാസും നമ്മൾ അങ്ങോട്ട് കൊടുക്കാതിരിക്കുക. കാരണം റെസ്പോൺസിബിൾ ആയിട്ട് നമ്മളിപ്പം എപ്പോഴും ആൾക്കാർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് നമുക്ക്
ഓഫ് കോഴ്സ് നമ്മൾ എൻവയോൺമെന്റിന്റെ ഡിസാസ്റ്ററിനെ കുറിച്ച് ഇപ്പം സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് പറയുന്നുണ്ട്, ഇന്നേ ദിവസം മഴ പെയ്യുന്നുള്ളത്. ഓഫ് കോഴ്സ് പണ്ടത്തേനേക്കാളും പ്രെഡിക്റ്റബിലിറ്റി ഇപ്പം വളരെ അക്യുറസി കൂടുതലാണ്. അതെല്ലാം AI ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ AI കാരണം തന്നെ നമുക്ക് വരുന്ന ഇമ്പാക്റ്റുകൾ, അപ്പോൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കുക, ആം, ഉപയോഗിക്കരുത്, ആവശ്യമുള്ള കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ റീസെന്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളാണിത്. കാരണം അല്ലെങ്കിൽ ബൈ 2030 നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയിട്ട് അധികം ഒരു കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. ലൈക്ക് നമ്മളെല്ലാം പോപ്പുലറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, അല്ലാതെ ബിഹൈൻഡ് ദ സ്ക്രീൻ സയന്റിസ്റ്റേഴ്സ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ലേമാൻ, നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4-5 കൊല്ലമായിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇതിങ്ങനെ കൂടുതൽ കൂടുതൽ ഉപയോഗിക്കും തോറും കൂടുതൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാം, എന്ത് സംഭവം, എന്ത് ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. ഓഫ് കോഴ്സ് പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ പേപ്പർ പണ്ട് കാലത്ത് സെഞ്ചുറികൾക്ക് മുന്നേ പേപ്പർ ഇൻവെന്റ് ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പറഞ്ഞു പേപ്പറിന്റെ ഇൻവെൻഷൻ വന്നു കാരണം ആൾക്കാർക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തിയും കുറയുന്നുള്ളത്. അത് സത്യമാണെങ്കിൽ പോലും നമ്മൾ പലരും എഴുതി വെക്കാനാണ് നമ്മൾ നോക്കുക, ചിന്തിച്ച് മനസ്സിലോട്ട് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറയുന്നില്ല. അതൊരു സെപ്പറേറ്റ് വിഷയമാണ്. പക്ഷേ അതിൽ നമ്മളിപ്പം കൂടുതൽ പേപ്പർ ഉണ്ടാക്കുമ്പം കൂടുതൽ മരങ്ങൾ വെട്ടുന്നു, കാരണം പേപ്പർ പൾപ്പ് ആവശ്യമാണ്. മരങ്ങൾ വെട്ടുമ്പം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ അതിന് നമ്മളിപ്പം കുറെ റെക്ടിഫിക്കേഷൻസ് ഇപ്പൊ ഉണ്ട്. പ്രിന്റ് എടുക്കാൻ ഇപ്പൊ ഓൾറെഡി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പേപ്പേഴ്സും റീസൈക്കിൾഡ് പേപ്പേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ എല്ലാത്തിനും ഒരു നല്ല വശവും ചീത്ത വശവും ഉണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മൾ നല്ലത് മാത്രമേ കൂടുതലും കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു അവയർനെസ് ആണ്, നമ്മളത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും കുറച്ചെങ്കിലും ഒരു അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു മറുവശം, കൂടുതൽ ആൾക്കാർ സംസാരിക്കാത്ത ഈ ഒരു വശം, ഒരു ചെറിയൊരു അവയർനെസ് എങ്കിലും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങളുടെ ഓരോരുത്തരോടും വളരെ വളരെ നന്ദി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ഇതൊരു അധികം ആൾക്കാർ സംസാരിച്ച് കേൾക്കാത്തൊരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ആദ്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു റിയലി എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ റെഡിയാണ്. താങ്ക് യു സോ മച്ച് അഗെയിൻ ഈച്ച് വൺ ഓഫ് യു. പിന്നെ ലൈല, താങ്ക് യു സോ മച്ച്. ലൈല എന്നെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. അതായത് ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഇപ്പം കുറച്ചു കാലം മുന്നേ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റിനെ കുറിച്ച്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ പ്ലാറ്റ്ഫോം കേട്ടതും ചാടി ഒന്ന് ജോയിൻ ചെയ്തു. അതിന്റെ വലിയ ഡെവലപ്മെന്റ്സ് ഒക്കെ എനിക്ക് ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് നൗ. അപ്പൊ അത് താങ്ക്സ് ടു യു ലൈല, ആൻഡ് താങ്ക്സ് ടു എവറിബഡി. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി. ഇത്രയും പേരോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു താങ്ക് യു. താങ്ക് യു ലൈല, ഓവർ ടു യു. Thank you so much for this beautiful session, my dear. ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഇങ്ങനെ ഞാനായാലും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ചെറിയൊരു ചുമ വന്നാൽ പോലും ChatGPT ഞാൻ എന്താ ഇപ്പൊ ചുമക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നവരാ നമ്മള്. സോ അതിന് ഇത്രയും വലിയൊരു സംഭവം ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു തിങ്കിങ് കിട്ടിയപ്പോൾ ആക്ച്വലി ഇപ്പം വേർഡ്സ് ഇല്ല കൂടുതൽ പറയാൻ വേണ്ടിയിട്ട്. റിയലി വെരി ബ്യൂട്ടിഫുൾ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഇത്ര പേരുടെ മുന്നിൽ സംസാരിക്കാൻ, അതും കൂടുതൽ പേര് സംസാരിക്കാത്ത വിഷയത്തെ എടുത്തു വന്ന് സംസാരിച്ചപ്പോൾ ഐ എം സോ ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച് ഡിയർ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ്, ഫീഡ്ബാക്ക് ഒക്കെ പറയാം. യെസ്, ക്വസ്റ്റ്യൻസ് മാത്രം ആവണമെന്നില്ല, അവരുടെ അഭിപ്രായങ്ങളും പറയാം. കാരണം നമുക്ക് ഓരോരോ തോട്ട് പ്രോസസ് ആണല്ലോ ഒരു കാര്യങ്ങൾ അതെ, കേൾക്കുമ്പോൾ. അപ്പൊ അഭിപ്രായങ്ങളും പറയാം. എന്താണ് മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ പറയാം. കാരണം ഇത് എനിക്കൊരു വല്ലാത്തൊരു വലിയൊരു എക്സ്പീരിയൻസ് ടോപ്പിക് ആണ് അല്ലേ? ആയിരുന്നു. അതെ 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 അതെ, ഡെഫിനറ്റ്ലി. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഇത്രയും പേരെ അടുത്ത് എന്നിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വരുന്നത്.
I'm so proud So of you, definitely, and I'm thank proud you. of myself also. I'm so thankful to you, my dear. I'm Thank so you. thankful to you. It's Okay. just because of you. നമുക്ക് ഫീഡ്ബാക്ക് കേൾക്കാം. ഫീഡ്ബാക്ക് അല്ലെങ്കിൽ Yeah. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓവർ ടു യു. യെസ്, നിസാ സർ പറയുന്നുണ്ടോ? മ്യൂട്ട് മാറ്റി കാണുന്നുണ്ട്. Good evening. Good evening. Thank you, Good evening, Dilsha sir. ma'am. Yes, കേൾക്കുന്നുണ്ടോ? Can you hear me? yes, yes. Okay, okay. Firstly, thank you, Dilsha ma'am, for a wonderful topic, because we never think about this aspect of the responsible AI ecosystem, because we have all become so selfish with our own activities. So we don't care about the neighbor or our systems or the state or what is happening to our environment. So you definitely talked about both electricity and water, which is going to be a very major disaster by 2030. I mean, that is the UN report says. But you have not mentioned anything about the e-waste, because e-waste also is going to be, tons and tons of e-waste all over. So how do we propose to, find some practical solutions of e-waste? Thank you, ma'am. Thank you so much. Thank you so much, Nisa sir, for asking this, raising this concern. In fact, ഞാനത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതിൻ്റെ അത് ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ പ്രോപ്പർ ഡിസ്കാർഡിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കാരണം ഈ ഡേറ്റാ സെന്റേഴ്സിൽ ഇവർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കും, അതിൻ്റെ വേറെ ടയർ കാരണം അത് ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയത് റീപ്ലേസ് ചെയ്യും. അപ്പം അന്നേരം അത് അവർ ഉപയോഗിക്കുന്ന ഡിസ്കാർഡിങ് പ്രൊസീജിയേഴ്സിന് ഗൈഡ് ലൈൻസ് ഉണ്ട്. ലൈക്ക് ഇഫ് ഇറ്റ് ഗോസ് ടു ലാൻഡ് there is a problem. If it goes to water, there is a problem. അപ്പോൾ നമ്മൾ ഓക്കെ കോർപ്പറേറ്റിന് അവർക്ക് അവരുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, വിച്ച് ഇസ് അഗെയിൻ ദേ ഹാവ് ഗൈഡ് ലൈൻസ് ഫ്രം ദി UN. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായിരുന്നു ഞാൻ ലാസ്റ്റിൽ ടച്ച് ബേസ് ചെയ്തത്. നമ്മളത് കഴിയുന്നതും നമ്മുടെ മൊബൈൽ ഫോൺസ് എവറി ഇയർ ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കാതെ, നമ്മൾ സോഫ്റ്റ്വെയർ ഓഫ് കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യണം, പക്ഷേ നമ്മുടെ സിസ്റ്റം എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാതെ നമ്മൾ റീഫർബിഷ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മാറ്റരുതെന്നല്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഫാഷന്റെ പുറകെ പോയോ അല്ലെങ്കിൽ ട്രെൻഡിന്റെ പുറകെ പോയോ എപ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം വേസ്റ്റേജ് ഇസ് ലൈക്ക് ഈ വേസ്റ്റേജ് ഏറ്റവും കുറയ്ക്കാതെ ഇപ്പം നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് സംഭവം മാത്രമല്ല, എല്ലായിടത്തും ഇപ്പം ആ ഒരു വേസ്റ്റേജ് കുറയ്ക്കാനുള്ള ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട് ഒരു റിയൽ അവയർനെസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതായിരുന്നു ഞാൻ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ബട്ട് അഗെയിൻ യെസ്, ഓഫ് കോഴ്സ് നമ്മളുടെ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു പോയിന്റ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവമല്ല ഇത്. ഒരുപാട് ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഐ ടോട്ടലി അഗ്രി. ഇവിടെ നമ്മുടെ നാട്ടില് സാംസങ്ങിന്റെ ഷോറൂം ഉണ്ട്. മീൻസ് അതിന്റെ ഷോറൂമിന്റെ മേലെ അതിന്റെ സർവീസ് സെന്റർ ഉണ്ട്. സർവീസ് സെന്ററിൽ ദേ ഹാവ് കെപ്റ്റ് സ്മോൾ ബിൻ. ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പഴയ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ, ലാപ്ടോപ്പ്, ഇങ്ങനത്തെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കേട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്ന് നിക്ഷേപിച്ചോളൂ എന്നും പറഞ്ഞിട്ട്. സോ ലൈക്ക് ഐ വാസ് സോ അമേസ്. ലൈക്ക് നമ്മളുടെ ഈ ഒരു ഗ്രാമപ്രദേശത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ലൈക്ക് ഡോണ്ട് ജസ്റ്റ് കീപ് ഇറ്റ് ഹിയർ ആൻഡ് ദെയർ, ഓർ ഡോണ്ട് ത്രോ ഇറ്റ് അവേ ലൈക്ക് വിത്തൗട്ട് എനി റെസ്പോൺസിബിലിറ്റി. ഇത് ഇവിടെ വെച്ചേക്കും, നമ്മൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈവൻ ദേ ആർ കമ്മിങ് അപ്പ്. സോ അമേസിങ്. ലൈക്ക് ഇത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. നമ്മളും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മളെ ചിന്തകൾ എത്താത്തതുകൊണ്ട് തന്നെയാണ് കുറേ കാര്യങ്ങൾ. ആൻഡ് യു നോ വൺ മോർ തിങ്, ആസ് യു സെഡ്, ലൈക്ക് ഫാഷന്റെ പുറകെ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ എപ്പോഴോ മൊബൈല് ലൈക്ക് ഇപ്പോൾ വലിയൊരു ട്രെൻഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും ഗ്രീൻ ലൈൻസ് തരാ. അപ്പോ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും ഉണ്ട് ഗ്രീൻ ലൈൻസ് 3-4 അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു, ഇതെന്താ ഇനി വഴിയുള്ളതെന്ന് വെച്ചപ്പോ ലൈക്ക് ആയില്ലേ, 2 വർഷം ആയില്ലേ, ഇനി ഇത് കളഞ്ഞ് പുതിയതങ്ങ് യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ട് കേട്ടോ കുറെ പേര്. ദാറ്റ് ഇസ് സോ വി ഹാവ് ടു തിങ്ക് ഓൾ ദീസ് തിങ്സ്. അപ്പോ എൻവയറമെന്റിനെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് എന്താവും അല്ലെ? എന്താണത് നമ്മളെ അണ്ണാറക്കണ്ണനും തന്നാലായത്. എനിബഡി എൽസ്? ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനിബഡി? ഐ മീൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സന്തോഷം വരുന്നത്. കാരണം പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. യെസ്, റിയലി. Madam, പറയൂ രാജീവ് സർ. യെസ്, പറയൂ. basically,
Union, Union, United yes, Nation. that is, no. I'm focusing about universal human values. യെസ്. Uh, ആ ഒരു ബേസിൽ സാധാരണ മനുഷ്യാവകാശ സംഘടനകളുടെ രീതിയിലുള്ള ഒരു തോട്ട്സ് അല്ല യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്. അവര് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെ നിലവിലുള്ള നമ്മുടെ എല്ലാ ഡെവലപ്മെന്റ്സുകളും, എല്ലാ വികസന പ്രവർത്തനങ്ങളും, നമ്മൾ കാണുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, എവറിഥിങ് ഈസ് ബേസ്ഡ് ഓൺ ഈഗോ സെൻട്രിക് ഡെവലപ്മെന്റ്. ഈഗോ ബേസ്ഡ്. അവര് ഫോക്കസ് ചെയ്യുന്നത് എക്കോ സെൻട്രിക് ഡെവലപ്മെന്റ് ആണ്. എക്കോ മീൻസ് ECO, ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈഗോ സെൻറ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ കൺസെപ്റ്റുകളും ഇനി മുതലെങ്കിലും നമ്മൾ എക്കോ സെൻറ്റേർഡ് ആയിട്ട് എന്ന് നമ്മുടെ തോട്ട്സിലേക്ക് ഒരു സംഗതി തുടങ്ങുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെയും, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായുള്ള പ്രക്രിയകളിൽ പോലും മാർഗവും ലക്ഷ്യവുമെല്ലാം എക്കോ സെൻട്രിക് ആയിരിക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഉള്ള ഒരു മെത്തഡോളജി ഈ AI ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും ഇനി വരാൻ പോകുന്ന ടെക്നോളജിയുടെ കാര്യത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സീമാൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 10 വർഷങ്ങൾക്കോ 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഇത്രയധികം പരിസ്ഥിതിയെക്കുറിച്ച് വളരെ അവഗാഹത്തില് ഒരു സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ് അദ്ദേഹം. വളരെ അവഗാഹപൂർവം സംസാരിച്ചിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, ചെന്നൈയിൽ ആരംഭിക്കുന്ന കാർ ഫാക്ടറികളുടെ ഒരു കാറ് നിരത്തിലിറങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എത്ര ജലമാണ് അത് ഊറ്റുന്നത് എന്നും, അതുമായി ബന്ധപ്പെട്ട് ആ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ബാക്കിയുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു എന്നതും അദ്ദേഹം കണക്ക് സഹിതം ബോധ്യപ്പെടുത്തി. അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ 15-20 വർഷങ്ങൾക്ക് മുമ്പ് AI സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് വളരെ കാലം മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. അതുപോലെ നമ്മുടെ തൃശ്ശൂരുള്ള സഹദേവൻ എന്ന് പറയുന്ന ഒരു പാരിസ്ഥിതികമായിട്ട് വളരെയധികം ഫോർവേഡായിട്ട് മുന്നോട്ട് പോകുന്ന, ഈ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ സംവിധാനങ്ങളുടെ ഈ മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെ സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കുന്നുവെന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവരൊക്കെ വളരെ മുന്നേ തന്നെ ഈ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ എളുപ്പമുള്ള കംഫർട്ട്നെസ്, വളരെ പെട്ടെന്ന് സൗഖ്യത്തിലേക്ക്, സുഖം കിട്ടുന്ന സംഗതികളിലേക്ക് മനുഷ്യന്റെ മൊമെന്റം അങ്ങനെയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് തിരിച്ച് തിങ്ക് ചെയ്യണമെങ്കിൽ കാര്യമായിട്ടുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ, ബോധപൂർവമായ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ, അതായത് ബോധത്തിലുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ആവശ്യകതയുണ്ട്. വളരെ സന്തോഷകരം എന്ന് തന്നെ പറയാം ഈ ഒരു സെഷൻ മാഡം ഇവിടെ ഹാൻഡിൽ ചെയ്തത്. ഒരു സെർവർ എത്രയധികം എനർജിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് 24x7x365 ദിവസം നിർത്താതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ഡാറ്റാ സെന്ററുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത്, ഞങ്ങളിനി ആക്രമിക്കുന്നത് ഡാറ്റാ സെന്ററുകളെ ആയിരിക്കുന്നു. ലോകത്തിന്റെ മൊത്തം കിടുകമറപ്പിച്ച ഒരു സാധനമാണ് ആ ഒരു അവരുടെ ത്രെട്ട്. അതിന്റെ റീസൺ ഇതാണ്. ഈ പറയുന്ന എല്ലാവരും ഭയക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എക്സാക്ട്ലി ഡാറ്റാ സെന്റേഴ്സിനെ, പ്രത്യേകിച്ച് ഈ സെർവർ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാ സെന്ററുകൾ സാധാരണ ഉപഗ്രഹ ഭൂപടത്തിൽ പോലും കാണിക്കില്ല. അത്രയും രഹസ്യ സങ്കേതങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. മാത്രമല്ല, കോർപ്പറേറ്റ് ലോബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണകൂടത്തിലെ നിയമപരമായ പല പോളിസികളെയും വളരെ കൂളായിട്ട് ബൈപ്പാസ് ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ലോകരാജ്യങ്ങളുടെ ഇതുവരെയുള്ള ചരിത്രം വ്യക്തമാക്കുന്നത്. നമ്മളൊന്നും കാണുന്നതൊന്നും അല്ല യഥാർത്ഥത്തില് നീതിയും നിയമവും ധർമ്മവും ഒക്കെ ഒരു വശത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വേറെ മാനിപ്പുലേഷന്റെയും, മനോഹരമായ മാനിപ്പുലേഷന്റെയും, ഇപ്പോഴും നമ്മൾ അറിയാതെ പോലും ആ ലൂപ്പിലാണെന്ന് അറിയാതെ പോലും, ഇപ്പൊ ഞാനും നിങ്ങളും ആ ലൂപ്പിലാണ്.
അതിനെക്കുറിച്ച് അതെ സംസാരിക്കുമ്പോഴും ആ ലൂപ്പിന്റെ ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ ലൂപ്പിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് ഒരു സാധാരണ തരത്തിലുള്ളൊരു പ്രക്രിയ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു ചിന്താഗതിയും ഈ മേഖലയിലോട്ട് എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധയെ ആകർഷിക്കുകയും ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുന്ന എല്ലാ എനർജി റിസോഴ്സിനും ഈ ഭൂമിയോടുള്ള, ഈ പ്രപഞ്ചത്തോടുള്ള കടപ്പാട് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആയിട്ട് ഞാൻ ഇതിനെ എടുക്കുന്നു. ആ ലെവലിൽ എൻ്റെ ചിന്തകളെ പോലും ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കമ്പ്യൂട്ടറും, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ലൈറ്റും, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവും, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വായുവും എല്ലാം സൗജന്യമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് മുന്നോട്ട് പോകാനുള്ളതല്ല എന്നും, ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരുപാട് മേഖലകൾ എനിക്ക് ഈ ലോകത്തിനോട് നൽകാനുണ്ടെന്നും, എൻ്റെ ജീവിതം മറ്റെല്ലാ ഉപജീവികളുമായിട്ട്, മറ്റെല്ലാ പ്രപഞ്ചത്തിലെ ജീവികളുമായി പരസ്പരം ബന്ധപ്പെട്ടതാണെന്നുമുള്ള സ്വബോധ്യത്തിൽ തന്നെ പറയട്ടെ. അതിമനോഹരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു എനിക്ക് സർ. ഇതിൽ താങ്ക് യു. ഒന്ന് ചേർക്കാനുണ്ട്. ഈ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കൂട്ടിക്കോളൂ. അതായത് നമ്മളിപ്പം എല്ലാ ടെക്നോളജിയും വളരുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു മോശവശം ഉണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്നതും അത് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചു, പ്ലാസ്റ്റിക് വന്നപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട്, നമ്മളല്ല നമ്മളും നമ്മുടെ മുന്നത്തെ ജനറേഷനും ഒക്കെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ അത് ഒരുപാട് കാലം എടുത്തു അതിന്റെ ഇമ്പാക്റ്റും, ആൾക്കാർക്ക് ഇത്രയും ദോഷം, ഭൂമിക്ക് ഇത്രയും ദോഷം വരുന്ന അറിഞ്ഞിട്ട് അതിന്റെ ഒരു റെസൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈം ഗ്യാപ്പ് കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വേഗം, കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ യുണൈറ്റഡ് നേഷൻസും അങ്ങനത്തെ ബോഡീസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് ഇതിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതും അതിന്റെ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അത്, സാർ പറഞ്ഞ ഓഫ്കോഴ്സ് സത്യമാണ്, നമ്മളെല്ലാം ഒരു ലൂപ്പിലാണ്. നമുക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് ഒരു സാധാരണ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാം മാറി ഒരു റെവല്യൂഷനിസ്റ്റ് രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ചിന്താഗതി ഇതാണ്, നമ്മളെ കൊണ്ട് ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, അത് നമ്മൾ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രോപ്പ് വെള്ളത്തിന് ഇമ്പോർട്ടൻസ് കാണിച്ചിട്ടുള്ള ഒരു പിക്ചേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ ലേലയ്ക്ക് അറിയാൻ നമ്മളുടെ ഇപ്പോഴത്തെ മക്കളും പഠിക്കുന്നതൊക്കെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഡ്രോപ്പിൽ എന്തിരിക്കുന്നു, ബട്ട് ആ ഒരു ഡ്രോപ്പാണ് ഒരുപാട് ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ അച്ഛനമ്മമാർ പറയുന്നല്ലോ, പല തുള്ളിയാണ് പെരുവെള്ളമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്. എൻ്റെ ഒരു സന്തോഷം, ഓക്കെ വിഷമമുണ്ട്, പക്ഷെ എന്നാലും സന്തോഷം, നമ്മൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മൾ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത വരുന്നത്. ബട്ട് സർ ഓഫ് കോഴ്സ് യു ഹാവ് ഗിവൺ ഗുഡ് ഇൻസൈറ്റ്. വെരി നൈസ്. താങ്ക് യു സോ മച്ച് രാജീവ് സർ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? എനിബഡി? നമസ്തേ. യെസ്. ഈ പറയൂ മാം. സൂര്യ മാം. വിഷയത്തെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് വലിയ അവഗാഹമൊന്നുമില്ല. കാരണം പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു പേടിയോടുകൂടാണ് ഇതിനെ സമീപിച്ചത് തന്നെ. കാരണം നമ്മുടെ തോട്ട്സ് ലെവലിൽ പോകുന്നത് അങ്ങനെയാണല്ലോ. മനുഷ്യൻ എന്താണ് പറയണം, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണ് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം, അല്ലേ? നമ്മൾ പറയുന്നതായിരിക്കത്തില്ല പലപ്പോഴും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആവാൻ സാധിക്കാറുമില്ല പലപ്പോഴും. അങ്ങനെ ആയി ചിന്തിക്കുന്ന ആൾക്കാർ ഏറ്റവും നല്ല മനുഷ്യരുമാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഇതും എല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ സത്യം പറഞ്ഞ യൂണിവേഴ്സിനെ ഇങ്ങനെ നമ്മൾ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇത് ശരിക്കും മനുഷ്യൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. യൂണിവേഴ്സിലെ വേറെ ഒരു ജീവിവർഗവും യൂണിവേഴ്സിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നില്ല. മനുഷ്യൻ മാത്രമാണ് ഈ ഉപദ്രവങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് എപ്പോഴും ഒരു ബാലൻസിങ് സ്റ്റേജിലാണ്. കാരണം എന്തൊക്കെ ഉണ്ടായാലും അതിന് നിലനിൽന്നേ പറ്റുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അത് സെൽഫായിട്ട് തന്നെ അത് ബാലൻസ് ചെയ്യും. ഒരുപക്ഷെ ബാലൻസ് ചെയ്യുന്നത്
എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും മുകളിലാണ് നമ്മളെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയെ ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം ഈ ബാലൻസിങ് പിന്നീട് നടക്കുന്നത്. നമ്മൾ വെറും തലച്ചോറ് ഉപയോഗിക്കുന്നതിനപ്പുറം എന്താ പറയണേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അധീനതയിൽ വരുന്ന കുറെ ആൾക്കാർ മാത്രമായിട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ലാതെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ബാലൻസിങ്ങും ഭൂമിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെ ഒരു സർക്കിളാണ്, നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ ഇങ്ങനെ പലത് വരും പോകും, വീണ്ടും വരും പോകും. ആ സർക്കിൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പോകും എന്നുള്ളതാണ് എനിക്കുള്ള ഒരു ശുഭാപ്തിവിശ്വാസം. എന്തായാലും മാമിന്റെ ക്ലാസ് ഞാൻ കുറെ സമയം ശ്രദ്ധിച്ചു കേട്ടു. കാരണം പലപ്പോഴും എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത ഒരുപാട് കാര്യങ്ങൾ, അത് എന്റെ അറിവില്ലായ്മ ആയിരിക്കാം ഒരു പക്ഷേ. കാരണം ഈ സബ്ജക്റ്റിനോടുള്ള എന്റെ അറിവില്ലായ്മയായിരിക്കും. എന്നിരുന്നാൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോ പണ്ട് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച സമയത്ത്, അല്ലെങ്കിൽ പണ്ട് എല്ലാം പോട്ടെ, ഈ അടുത്ത് നമ്മൾ വാഷിംഗ് മെഷീൻ വീട്ടിൽ വാങ്ങിക്കുന്ന പണ്ടത്തെ ഇപ്പൊ നമ്മുടെ മുന്നത്തെ ജനറേഷനിൽ അവരോട് പറഞ്ഞാൽ അവരത് എടുക്കില്ല, ഉൾക്കൊള്ളില്ല. അതിന്റെ ആവശ്യമുണ്ടോ മനുഷ്യന്? അവർ പറയുന്നതൊക്കെ ശരിയാണ്. കാര്യം നമ്മൾ അത് വീട്ടിലുള്ളത് കൊണ്ട് നമ്മുടെ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ കുറയാണ്. ഇപ്പോഴത്തെ ഒരു 80 വയസ്സുള്ള ഒരാൾക്ക് ആളുടെ ആരോഗ്യം പോലെ ഇപ്പൊ ഒരു 30-40 വയസ്സുള്ള ആൾക്ക് ഇല്ല. പക്ഷെ അവർ പറയുന്നത് സത്യമാണെങ്കിലും നമ്മളുടെ ഒരു എവല്യൂഷന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇത് മാറ്റമാണല്ലോ ഏറ്റവും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സംഭവം. അപ്പം അതിന്റെ നാട് ഓടുമ്പോൾ നമ്മൾ നടുവേ ഓടി എത്തിയില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പിന്നിലോട്ടായി പോവും. ആ ഒരു പണ്ട് ഇപ്പൊ മാം പറഞ്ഞ പോലെ ഞാനും പണ്ട് ചിന്തിക്കായിരുന്നു, എന്തിനാ നമ്മൾ ഒരുപാട് അഡ്വാൻസ്മെന്റിന്റെ പുറകെ ഇങ്ങനെ പോകുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഈ കോർപ്പറേറ്റ് വേൾഡിൽ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ദുബായില്. അപ്പം പിന്നെ ഈ ആൾക്കാരുടെ ഒരു ചിന്താഗതിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പലതും ഡെവലപ്പ് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അപ്പൊ ഈ പറഞ്ഞ പോലെ പല ഘട്ടങ്ങളിലും നമ്മൾ ഈ നാട് ഓടുമ്പോൾ നടുവ് പോകേണ്ട ഒരു അവസ്ഥ വന്നു പോകും. ബട്ട് വെരി ഗുഡ് തോട്ട് പ്രോസസ്. താങ്ക് യു. നമുക്കിന്ന് ഒരുപാട് ചിന്തിക്കുന്ന കുറേ ആൾക്കാരും അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് എൻലൈറ്റ്മെന്റിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. വെരി നൈസ് സെഷൻ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ? താങ്ക് യു സോ മച്ച് സൂര്യ മാം. താങ്ക് യു. യെസ്. അപ്പോൾ ഇനി ആർക്കും ഒന്നും പറയാനില്ല എങ്കിൽ നമ്മളുടെ ബിക്കം എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ കോഴ്സിലെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. കഴിഞ്ഞ ബാച്ചിലെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് നമ്മുടെ ജിൽഷ. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിലാണ്. ജൂലൈ 1 അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പോഴത്തെ കാലത്തെ നമ്മളെല്ലാം ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആണല്ലോ. നമ്മൾ സ്റ്റേജിൽ മാത്രം നിന്നിട്ട് സംസാരിക്കാൻ പഠിച്ചാൽ പോരാ, ട്രെയിൻ ചെയ്യാൻ പഠിച്ചാൽ പോരാ. നമ്മൾ ഇതേപോലെ ഓൺലൈനിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ, ഒരാൾ ദുബായിലാണ്, മറ്റേ ആൾ കേരളത്തിലാണ്, മൂന്നാമത്തെ ആൾ ചൈനയിലായിരിക്കും, നാലാമത്തെ ആൾ സൗദിയിലായിരിക്കും, ബഹ്റൈനിലായിരിക്കും. എവിടെയെങ്കിലോ ഉള്ള ആൾക്കാരെ നമ്മളെ സൂമിൽ കൂട്ടി ഒന്നിച്ചിരുന്നിട്ട് ജിൽഷക്ക് എന്താണോ പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു അവസരം ആരാ കൊടുത്തത്? നമ്മളെ ഇന്റർനെറ്റും ഈ സൂം പ്ലാറ്റ്ഫോമും ഒക്കെയാണ്. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകാണ്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും എങ്ങനെ സെഷൻ എടുക്കാമെന്നും എങ്ങനെയാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും അതേപോലെ AI ടൂൾസിന് വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഡൂപ്പർ കോഴ്സാണ്. 45 ദിവസമാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 ലൈവ് സെഷൻ ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടാവും, ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ വോയിസ് മോഡുലേഷൻ എങ്ങനെയായിരിക്കണം, ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജിന്റെ വലിയ ആവശ്യമുണ്ടോ എന്നുള്ള കുറേ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം എന്താ, ആകെ ഇത്രയല്ലേ കാണുന്നില്ല, ഇതിൽ എന്ത് ബോഡി കിടക്കുന്നു എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തൂടെ അപ്പുറത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം നമ്മളെ വോക്കൽ എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു കോഴ്സ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കുക.
താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളെ കൂടെ ഇരുന്നതിനും. ഇതേപോലെ എനിക്ക് ഏറ്റവും ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയി തോന്നുന്നത് ഇപ്പോൾ ഇവിടെ രാജീവ് സാറ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് വീഡിയോ ഓൺ ചെയ്ത് നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നോട്ട്സ് ഒക്കെ എഴുതി നമുക്ക് വീണ്ടും ഇൻസൈറ്റ് തന്ന് സൂപ്പർ. ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ ടു ഹിം. താങ്ക് യു സോ മച്ച് സർ. അതേപോലെ എല്ലാവരും ഇത്രയും നേരം ഇവിടെ, കാരണം ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രഷ്യസാണ്. നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയത്തിൽ നിങ്ങൾ ഇവിടെ വന്നു, അതും സൺഡേ ആണ്. എല്ലാവരും ഓർക്കണം, ഇറ്റ്സ് എ സൺഡേ, ഫാമിലി ടൈം ആയിരിക്കും എല്ലാവരുടെയും. ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് അറിയണമല്ലോ, അറിയാതെ പോകാൻ പാടില്ല, ഞാനും അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മാഡം ഗ്രേറ്റ്ഫുൾ ടു ഒരു ഒരു എവ്രിവൺ. ഒരു 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 കാര്യം കൂടി പറയട്ടെ. പറയൂ. സൂര്യഗായത്രി എന്റെ ഭാര്യയാണ്. ആ, അപ്പുറത്തെ റൂമിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അടിപൊളി. അസലായിട്ട് അവളതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഓക്കെ, താങ്ക് യു. സൂപ്പർ. വെരി നൈസ്, വെരി നൈസ്. എന്താണ് ഇയാൾ ഇത്ര നേരമായിട്ട് കേൾക്കുന്നതെന്നുള്ളത് കേൾക്കാൻ വേണ്ടി വന്നതാണോ മാം? അവരെ അങ്ങനെ ആക്ച്വലി ആദ്യം തന്നെ മൊബൈലിൽ ഇത് ചെയ്തതാണ്. പക്ഷെ സൂം ചെയ്ത് കയറാൻ വൈകി. അപ്പോ റിയലി ഞാനിത് ഗുഡ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ വേണ്ടത് കേട്ടോ, ഇങ്ങനെ രണ്ടുപേരും വേണ്ടത്. പയ്യന്നൂര് പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ രണ്ടുപേർക്ക് ഗ്രൂപ്പിൽ വന്ന ഇൻഫർമേഷൻ ഞങ്ങൾ ടൗണിൽ ജസ്റ്റ് വന്നേ ഉള്ളൂ. വീട്ടിൽ ഓക്കെ, കയറിയ ഉടനെ രണ്ടുപേരും ഇരുന്ന് സോ നോക്കുകയായിരുന്നു. അപ്പൊ സ്വീറ്റ്. ഐ ഞാൻ എം സോ പറഞ്ഞു നല്ലൊരു ഗ്രേറ്റ്ഫുൾ. താങ്ക് ആക്ച്വലി ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആയതുകൊണ്ട് എനിക്ക് അവിടെ യോഗയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് വന്ന് കയറിയതുള്ളൂ. അതുകൊണ്ടാണ് പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് ഇത്തിരി താമസിച്ചത്. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. ബട്ട് ഐ ലൈക്ക് വൺ തിങ്. എന്താണെന്നറിയോ, എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. രണ്ടുപേരും ഒന്നിച്ച് വളരണം, രണ്ടുപേരും ഒന്നിച്ച് നോളജ് ഗെയിൻ ചെയ്യുന്ന, രണ്ടുപേരും ഗെയിൻ ചെയ്യണം. ഇനി ഓക്കെ, സപ്പോസ് ഹസ്ബൻഡിന് ടൈം ഉണ്ടായില്ല, വൈഫിന് ടൈം ഉണ്ട്, ജോയിൻ ചെയ്തു. ആ ഒരു കാര്യം ഇന്ന് ഞാനൊരു സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു കേട്ടോ. അതിൽ എനിക്കിങ്ങനെ ഒരു ഇൻസൈറ്റ് കിട്ടിയെന്നെങ്കിലും എല്ലാവരും അവരവരുടെ സ്പൗസസിനോട് സംസാരിക്കുക. കാരണം ഇറ്റ് ഈസ് റിയലി ഗുഡ്. നമ്മൾ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യുക. വെറുതെ എന്താ നിങ്ങൾക്ക് പണി എന്ന് ചോദിച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ വാല്യൂസും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒന്നിച്ച് ഗ്രോ ചെയ്യേണ്ടവർ തന്നെയാണ്. സോ ഹാപ്പി ഫോർ യു. സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്ന ആളാണ് ഞാൻ. എപ്പോഴും ക്ലാസ്സുകൾ കേൾക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്റെ ഒരു വേറിട്ട ഒരു വേറിട്ട ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ അപ്പോൾ ഇന്ന് AI കുറിച്ച് പഠിക്കണമെന്ന് മനസ്സിൽ വന്നു. ഞാൻ ഇന്ന് AI കുറിച്ച് നോക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇനി ഒരു അടുത്ത ഒരു എന്താ പറയണ ഒരു പുതിയ ഒരു ജനസ്, അതായത് എന്താ ഹ്യൂമൻ ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ലാതെ ഇത് മിക്സ് ചെയ്ത് പോകുന്ന ഒരു സംഗതി ആയിരിക്കും ഇനി ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ നോർമൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ അറിയാം, നമ്മുടെ തോട്ട്സ് ലെവലും നമ്മുടെ ബ്രെയിനിന്റെ സ്പീഡും അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ബ്രെയിനിന്റെ സ്പീഡ്. ഫോർ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ മകന്റെ കാര്യം കൂടെ, കാരണം നോർമൽ ഒരാൾ ചിന്തിക്കുന്നതിനേക്കാൾ 15 മടങ്ങ് സ്പീഡിലാണ് അവന്റെ ബ്രെയിൻ പോകുന്നത്. അപ്പോൾ അത്രയും അതിന്റെ അത് ഈയിടെയാണ് അവന് തന്നെ മനസ്സിലായിട്ട് അവൻ തന്നെ അത് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് പോയി ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത്. അല്ല മാം, അത് പണ്ടാണ് കേട്ടോ. മിണ്ടാതിരിക്കടാ, ഞാൻ നിന്റെ അമ്മയാ, ഞാൻ നിന്റെ അച്ഛനാ, ഞാൻ മറ്റേ കുറെ ഓണം ഉണ്ടിട്ടുണ്ട്, ഞാൻ കുറെ ബക്രീദ് ഉണ്ടിട്ടുണ്ട്, അതൊക്കെ പണ്ട്. ഇനി അതൊന്നും അല്ല കാര്യം. നമ്മളിപ്പോ നടക്കുന്ന എന്താ അറിയോ, റിവേഴ്സ് ലേണിംഗ് ആ. എന്താ റിവേഴ്സ് ലേണിംഗ് എന്നറിയോ? ചെറിയവരിൽ നിന്നാ നമ്മൾ പഠിക്കുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം നമ്മുടെ കുട്ടികളിൽ നിന്നാണ് നമ്മൾ പലതും ഉൾക്കൊള്ളുന്നത്. കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ മക്കള് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരനുസരിച്ചാൽ മതി. പണ്ടത്തെ നമ്മളെയൊക്കെ വളർത്തിയത് അങ്ങനെയാണ്. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അങ്ങോട്ടും ചെല്ലും. മിണ്ടരുത്, വാ പൊത്തിക്കണോ എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ അറിയാതെ വാ പൊത്തിപ്പോവും ഇങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനല്ല. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്നെയൊക്കെ പോലുള്ള ഞാനൊക്കെ ചിന്തിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എന്റെ മക്കളിൽ നിന്നും പഠിക്കുന്നുണ്ട്. കാരണം എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പലതും, ഇപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പല അപ്ഡേറ്റ്സും നമുക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഞാൻ എന്റെ മകനോട് സംസാരിക്കും, എന്റെ മകളോട് സംസാരിക്കും. അപ്പൊ അവര് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എന്റെ ഉമ്മ എന്റെ മക്കളാ. അതെ, നമ്മളെന്താ ചെയ്യുന്നറിയോ, ഉമ്മ വി ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് കൊണ്ടുപോയിട്ട് സ്മാർട്ട് ഫോൺ കൊടുത്തു.
ഉമ്മാക്ക് ഈ സ്മാർട്ട് ഫോൺ ആദ്യം എന്താ ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ മതിയാ, ഇതെന്ത് ചെയ്യണോന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതാരാ പഠിപ്പിച്ചു കൊടുത്തെന്നറിയോ? ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കിയപ്പോ എന്റെ ഉമ്മ അതെ ചോറുണ്ടായിക്കോ സമയമില്ല. ഞാൻ പറഞ്ഞു, ഇതാരാ പഠിപ്പിച്ചു തന്നേ? അപ്പോഴേക്കും എന്റെ മക്കള് പോയിട്ട് അവരുടെ ഗ്രാൻഡ് മദറിന് മൊത്തം പഠിപ്പിച്ചു കൊടുത്തിട്ട് ദേ ഇപ്പൊ ഫുൾ ടൈം ഇപ്പൊ എന്താ സംഭവം അറിയോ? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ ദേ ഈ സംഭവം അടക്കം പഠിച്ചു. അതാണ്. അതാണ് അതാണ് അത്രേ ഉള്ളൂ. പഠിക്കാനുള്ള മനസ്സുണ്ടോ? റിവേഴ്സ് ലേണിംഗ്. കാരണം ഒരു ഉറുമ്പിൽ നിന്ന് പോലും പഠിക്കാനുള്ളത് യെസ്, ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഉൾക്കൊണ്ടല്ലോ. അത് നമ്മുടെ ഓഫ് കോഴ്സ്. ഇതാണ് എല്ലാം തികഞ്ഞാണെന്ന് വിചാരിച്ചാൽ നമ്മൾ അവിടെ പോയി പോയി. നമ്മളവിടെ തോറ്റു പോവുകയാണ് ചെയ്യുന്നത് യെസ്, ജീവിതത്തിനും. ലേൺ ചെയ്യണോ? അതാണ് ബെസ്റ്റ്. അപ്പൊ on that note, I'm so happy. ഇന്ന് നമുക്ക് ഭയങ്കര അടിപൊളി ഓഡിയൻസ് ആയിരുന്നു. ഇൻഷാല്ല ഇനിയും ഇതേപോലെ ഒരുപാട് സെഷൻസ് ആയിട്ട് വരാം, ഞാൻ അറിയിക്കാം ഗ്രൂപ്പിൽ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു ജിൽഷ. So happy for you. Thank Proud of you. you. Thank you. Thank you. Bye.